വെൽക്കം ബാക്ക് ടു കോട്ടൺ ഡയറീസ് ഇൻ കാനഡ. അപ്പം ഇന്ന് ഞങ്ങളുടെ കഴിഞ്ഞ വർഷത്തെ, അതായത് 2024 ക്രിസ്മസ് വിശേഷങ്ങളാണ് കേട്ടോ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഇത്തവണ ഫോർ എ ചേഞ്ച് ഞങ്ങൾ ക്രിസ്മസ് ആഘോഷിച്ചത് US വെച്ചിട്ടാണ്. US എൻ്റെ ചേട്ടനും ഫാമിലിയും ഉണ്ട്. അപ്പോൾ അവരുടെ അടുത്തായിരുന്നു ഇത്തവണത്തെ ക്രിസ്മസ്. അപ്പോൾ യൂട്ട എന്ന് പറഞ്ഞ സ്റ്റേറ്റിലാട്ടോ അവരുടെ വീട്. അപ്പം ഞങ്ങളവിടെ ക്രിസ്മസ് ഈവിന് ഞങ്ങൾ അവിടുത്തെ ഒരു പള്ളിയിലൊക്കെ പോയി കുർബാനയൊക്കെ കണ്ട് ഞങ്ങൾ പ്രാർത്ഥിച്ചിട്ട് നമ്മൾ തിരിച്ച് വീട്ടിൽ വന്നിട്ട് ഡിന്നറൊക്കെ കഴിച്ചിട്ട് നമ്മളൊരു പാട്ട് കച്ചേരി അങ്ങ് നടത്തി. പാട്ട് കച്ചേരി അല്ല കേട്ടോ, ഞാനും ചേട്ടൻ്റെ വൈഫിൻ്റെ പേര് താര എന്നാണ്, ഞാനും താര ചേച്ചിയും അവരുടെ മൂത്ത മോളും ഞങ്ങൾ മൂന്നുപേരും കൂടെ ഒരു പാട്ടങ്ങോട്ട് കരോക്കെ അല്ലല്ലോ, മറ്റേ ലിറിക്സൊക്കെ ഫോണിൽ നോക്കി അങ്ങോട്ടൊരു കാച്ചങ്ങോട്ട് കാച്ചി. എന്നാ കേട്ടോ. രണ്ട് തവണ പാടിയിട്ട് ഫുൾ ചിരിയായിട്ട് നിർത്തി അവസാനം മൂന്നാമത്തേലാണൊന്ന് സെറ്റായത്. ഇനി ഈ പാട്ടിട്ടതിന് മിക്കവാറും താഴ്ച തന്നെ ഓടിക്കാൻ സാധ്യതയുണ്ട്. അത് പോട്ടെ. അപ്പോൾ അങ്ങനെ അന്ന് പിറ്റേ ദിവസം വെളുപ്പിന് 25-ാം തീയതി വെളുപ്പിന് എപ്പോഴാണ് ഞങ്ങൾ കിടന്നുറങ്ങിയത്. അതൊക്കെ കഴിഞ്ഞ് രാവിലെ താരച്ചേച്ചി ടേബിളൊക്കെ അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തൊക്കെ വെച്ചു. നമ്മളൊന്ന് റെഡിയായി വന്നപ്പോഴേക്കും സ്റ്റ്യൂവും, നല്ല ബീഫ് സ്റ്റ്യൂവും, പാലപ്പം, വട്ടയപ്പം, പിന്നെന്താ പഴം ചുരുട്ടോ, അങ്ങനെ എന്തൊക്കെയോ വെറൈറ്റി പഴത്തിൽ തേങ്ങ പീരയും ശർക്കരയും അങ്ങനെ എന്തൊക്കെയുള്ള സംഭവങ്ങൾ, പിന്നെ കേക്ക്, താഴ്ചിച്ചുണ്ടാക്കിയ കേക്ക്, താഴ്ചിച്ചുണ്ടാക്കിയ അച്ചപ്പം, പിന്നെ ആരോ കൊണ്ട് കൊടുത്ത വേറെ എന്തോ ഒരു സാധനം, എന്തൊക്കെയോ ഉണ്ടായിരുന്നു കേട്ടോ. വൻ റിച്ച് ടേബിളായിരുന്നു അത്. സംഭവം അടിപൊളിയായിരുന്നു. അങ്ങനെ ചേട്ടൻ തന്നെ കേക്കൊക്കെ കട്ട് ചെയ്ത് നമ്മൾ അന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ്, അതായത് അന്നത്തെ ദിവസം ക്രിസ്മസ് ഡേ നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. ഹാപ്പി ന്യൂ ഇയർ. പിന്നെ അതുകൊണ്ട് കുറച്ച് ഇത് ക്രിസ്മസ് ആയിട്ട് എന്ത് ബന്ധമുണ്ട്? My duty is over for the day. I can take rest. Okay, how do you do this? അത് കഴിഞ്ഞിട്ടാണ് ഇത്തവണ നമ്മളുടെ ക്രിസ്മസ് ഗിഫ്റ്റ്സ് ഓപ്പണിംഗ് പരിപാടി ഉണ്ടായിരുന്നത്. യൂഷ്വലി ഞങ്ങളുടെ ഇവിടെ വീട്ടിലാണെങ്കിൽ ആദ്യം രാവിലെ എണീറ്റ് വന്ന് ഫസ്റ്റ് തിങ് ഗിഫ്റ്റ്സ് ഓപ്പണിംഗ് ആയിരിക്കും. പക്ഷേ അവിടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ടാണ് ഈ പരിപാടിക്ക് വന്നത്. ഏതായാലും ഞാൻ ആലോചിച്ചപ്പോൾ നന്നായി, ഭക്ഷണം കഴിക്കും, അതല്ലെങ്കിൽ ഇതിന് വേണ്ടി ഇരുന്ന സമയം മുഴുവൻ പോകും. അപ്പം അത് കഴിഞ്ഞ് പിന്നെ ഇവരൊക്കെ അറിയാലോ, എല്ലാവരും നേരത്തെ തന്നെ സാന്റയ്ക്ക് ലെറ്ററൊക്കെ എഴുതിയിട്ടുണ്ടായിരുന്നു. ഞാൻ ആ വീഡിയോ ഒന്നും എവിടെയും പോസ്റ്റ് ചെയ്തിട്ടില്ല എന്ന് തോന്നുന്നു, അതിനൊന്നും സമയം കിട്ടിയില്ല.
ഓക്കെ, ലെറ്ററൊക്കെ എല്ലാവരും എഴുതിയിട്ടുണ്ടായിരുന്നു. ഇവിടുത്തെ ഇപ്പം നമ്മുടെ പിള്ളേരും ചേട്ടൻ്റെ പിള്ളേരും എല്ലാവരും ലെറ്ററൊക്കെ എഴുതുന്നതിന് യാതൊരു പിശുക്കും കാണിച്ചിട്ടില്ല. എല്ലാവരും ലെറ്റർ എഴുതി, അവർക്കൊക്കെ എന്തൊക്കെയൊക്കെയോ കിട്ടി. അങ്ങനെ അവരും ഹാപ്പി, അത് കണ്ടുകൊണ്ടിരുന്ന നമ്മളും ഹാപ്പി. അതൊക്കെ കഴിഞ്ഞ് ഞാൻ റെസ്റ്റ് എടുത്തു. സത്യം പറഞ്ഞാൽ ഞാൻ US പോയിട്ട് പണിയെടുത്തിട്ടേ ഇല്ല എന്ന് പറയാം. അത് കഴിഞ്ഞ് ലഞ്ച് താരച്ചേച്ചി ഇതുപോലെ റെഡിയാക്കി. ഞാൻ വെറുതെ അവിടെ കുത്തിരുന്ന് തിന്നു. നല്ല അടിപൊളി മട്ടൺ ബിരിയാണി ആയിരുന്നു കേട്ടോ. അൺഫോർച്ചുനേറ്റ്ലി അത് വീഡിയോ എടുക്കാൻ ഞാൻ വിട്ടുപോയി. അപ്പം ഭക്ഷണം അത് ലഞ്ചൊക്കെ കഴിച്ച് കഴിഞ്ഞ് പിന്നെ താരച്ചേച്ചി വേറെ സാധനം എടുത്തുകൊണ്ട് വന്നു. അതാണ് നിങ്ങൾ ഈ കാണുന്ന ഈ സാധനം. ഇതിൻ്റെ പേര് കിട്ടിപ്പോയി. ഇതിൻ്റെ പേരാണ് ഫ്ലാൻ, കാരമൽ ഫ്ലാൻ. നല്ല അടിപൊളി പുഡിങ്ങൊക്കെ ആയിരുന്നു. ഇതെങ്ങനെ ഉണ്ടാക്കിയെന്നൊന്നും ഞാൻ കണ്ടൊന്നുമില്ല. ബിരിയാണി കഴിച്ച് കഴിഞ്ഞപ്പോൾ താരച്ചിച്ച് മുന്നിൽ കൊണ്ടുവന്ന് കമത്തി. അപ്പം ഞാൻ ഈ വീഡിയോ അങ്ങ് എടുത്തു, അത്രയേ ഉള്ളൂ. പക്ഷേ കിടിലൻ ടേസ്റ്റ് ആയിരുന്നു. യമ്മി സൂപ്പർ യമ്മി. അപ്പോൾ ക്രിസ്മസ് ട്രഡീഷൻസിൽ പിള്ളേർക്ക് ഇഷ്ടപ്പെട്ട, അതായത് ഈ മറ്റേ പ്രസൻസ് ഓപ്പണിംഗ് പോലെ തന്നെ, അല്ലെങ്കിൽ അതുപോലെ വേറെ അവർക്ക് ഇഷ്ടപ്പെട്ട വേറൊരു ട്രഡീഷനാണ് ജിഞ്ചർ ബ്രെഡ് ഹൗസ് മേക്കിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഓരോരുത്തർക്ക്, ഇപ്പോൾ പിള്ളേർ 5 പേരുണ്ടല്ലോ, ഒരാൾ ഇച്ചിരി വലുതാണെങ്കിലും സ്റ്റിൽ കുട്ടികളിൽ പെടുന്ന ഒരു കാറ്റഗറിയിൽ തന്നെ പെടുന്ന ആളായതുകൊണ്ട് 5 പേർക്ക് വേണ്ടിയുള്ള ഹൗസസിൻ്റെ ഒരു ബോക്സ് അവരവിടെ വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ 5 പേർക്കും കൂടി ഒരു ഷീറ്റൊക്കെ നിലത്ത് വിരിച്ച് അവരെ അതിനകത്ത് ഇരുത്തി പരിപാടി അങ്ങ് തുടങ്ങി. അപ്പോൾ അത് ഈ പറഞ്ഞാൽ അവർക്കും ഒരു ചെയ്യുമ്പോൾ അവർക്കൊരു സന്തോഷം, കാണുമ്പോൾ നമുക്കൊരു സന്തോഷം. അവർ പിന്നെ കുറേ നേരം അവരുടെ ലോകത്തിൽ ഇരുന്നോളുമല്ലോ, അത് നമുക്ക് അതിനെക്കാട്ടി വലിയ സന്തോഷം. അപ്പോൾ ഈ വീഡിയോ ഞാൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ നമുക്കിനി US ട്രിപ്പിൻ്റെ വിശേഷങ്ങളായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു, ബൈ.